വിമാനത്താവളത്തിലെ ഡിപ്പാർച്ചർ സെക്ഷനിൽ ബാഗേജ് പരിശോധന മൂലമുണ്ടാകുന്ന തിരക്കൊഴിവാക്കുന്നതിനാണ് നിലവിലെ സംവിധാനത്തിൽ മാറ്റം വരുത്തുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ അടുത്ത മാസം 9 മുതൽ 4-ാം നമ്പർ ഡിപ്പാർച്ചർ ഗേറ്റിൽ പരിഷ്കാരം നടപ്പാക്കും. ഇത് വിജയകരമായാൽ 1 മുതൽ 3 വരെയുള്ള ഡിപ്പാർച്ചർ ഗേറ്റുകളിലേക്കും പുതിയ സംവിധാനം വ്യാപിപ്പിക്കും. നിലവിൽ യാത്രക്കാർ ഡിപ്പാർച്ചർ കേന്ദ്രത്തിലേക്ക് കയറിയ ഉടൻ ബാഗേജ് സ്ക്രീനിംഗ് നടത്തിയതിനു ശേഷം മാത്രമാണ് ചെക്ക് ഇൻ കൗണ്ടറിൽ ലഗേജ് നൽകാൻ അനുവദിക്കാറ്. പുതിയ സംവിധാന പ്രകാരം ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് നൽകുന്ന ബാഗേജ് പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി ഉടമകളുടെ അസാന്നിധ്യത്തിൽ പരിശോധിക്കുകയാണ് ചെയ്യുക. ബോർഡിംഗ് പാസ് ലഭിക്കുന്ന യാത്രക്കാരന് ബാഗേജ് പരിശോധിക്കുന്നത് കാണാനാവില്ല. സ്ക്രീനിംഗിൽ സംശയകരമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ ബാഗേജുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. നിരോധിത സാധനങ്ങൾ കണ്ടെത്തിയാൽ ബാഗേജ് ഉടമയെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കും. വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗത്തിന്റെ ചുമതലയുള്ള ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അൻവർ യാസീനാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഉടമയുടെ അസാന്നിധ്യത്തിൽ നടത്തുന്ന ബാഗേജ് സ്ക്രീനിംഗ് യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചേക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. നിലവിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ബാഗേജ് സ്ക്രീനിംഗ് കഴിയുന്നതിനാൽ ബോർഡിംഗ് പാസ് ലഭിക്കുന്നതോടെ യാത്രക്കാർക്ക് ആശ്വാസമാണ്. എന്നാൽ പുതിയ പരിഷ്കരണം നടപ്പാക്കുന്നതോടെ വിമാനത്തിൽ കയറുന്നതുവരെ ബാഗേജ് സംബന്ധിച്ച ആശങ്കയിലാകും യാത്രക്കാർ. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.